എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ് ആർ, ഡോക്ടർ ലത്തീഫ്സ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ പെരിയാർത്തേറ്റിക് ഷോൾഡർ അഥവാ ഫ്രോസൺ ഷോൾഡറും അതിനോടുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ എന്താണ് ഫിസിയോതെറാപ്പി? നമുക്കുണ്ടാകുന്ന ശാരീരിക അപര്യാപ്തത മൂലമോ ക്ഷതം മൂലമോ ഉണ്ടാകുന്ന വേദന കുറയ്ക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കുവാനോ വേണ്ടി ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. കൂടാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിവിധി കൂടിയാണ് ഈ ചികിത്സാ രീതി. ഫിസിയോതെറാപ്പിസ്റ്റ് പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിച്ചു വരുന്ന ചികിത്സാ രീതികളാണ് മൊബിലൈസേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ടെക്നിക്, മസാജ് തെറാപ്പി, എക്സസൈസ് തെറാപ്പി, കൂടാതെ ഇലക്ട്രോതെറാപ്പിക് മൊഡാലിറ്റീസ് ആയ അൾട്രാസൗണ്ട് തെറാപ്പി, ഇന്റർഫറൻഷ്യൽ തെറാപ്പി, ലേസർ തെറാപ്പി, ടെൻസ് ന്യൂറോമസ്കുലർ സ്റ്റിമുലേഷൻ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പെരിയാർത്തേറ്റിക് ഷോൾഡർ അഥവാ ഫ്രോസൺ ഷോൾഡർ എന്താണിത്? തോൾ ഭാഗത്ത് അതികഠിനമായ വേദനയും ചലനത്തിന് പരിമിതിയും ഉണ്ടാകുന്ന അവസ്ഥയാണിത്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധിയുടെ ഭാഗത്തെ പാളി മുറുകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇത് കൂടുതലായി പ്രമേഹ രോഗികളിലും തൈറോയ്ഡ് രോഗികളിലും കാണപ്പെടുന്നു. കൂടാതെ തോളിന് എന്തെങ്കിലും ക്ഷതം ഉണ്ടാവുകയോ അല്ലെങ്കിൽ തോൾ ഭാഗത്തോ കയ്യിലോ എന്തെങ്കിലും സർജറി മൂലം ചലനരഹിതമായി വെക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ സ്തന ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തോൾ ഭാഗത്തോ മാർഗത്തിലോ റേഡിയേഷൻ തെറാപ്പി കണ്ടിന്യൂസ് ചെയ്യുന്നത് മൂലമോ ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സന്ധിക്ക് മുകളിലുള്ള പാളി മുറുകുന്നതോടെ രോഗികളിൽ അതികഠിനമായ വേദനയാണ് അനുഭവപ്പെടുന്നത്. ഓരോ രോഗികൾക്കും വേദന വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് തോളിൻ്റെ ഭാഗത്തായിരിക്കും അതികഠിനമായ വേദന. മറ്റു ചിലരിലാണെങ്കിൽ തോളിന് താഴോട്ടായിട്ട് വേദന ഇറങ്ങുന്നതായി പരാതിപ്പെടാറുണ്ട്. എന്നാൽ മറ്റു ചിലരിൽ കഴുത്തിൻ്റെ ഭാഗത്തോട്ടും മാർഗത്തിൻ്റെ ഭാഗത്തോട്ടും വേദന അനുഭവപ്പെടാറുണ്ട്. അടുത്തൊരു പ്രോബ്ലം ചലനത്തിനുണ്ടാകുന്ന പരിമിതിയാണ്. ഇവർക്ക് മുടി ചീകാനോ മുടി കെട്ടാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മുതുകിലേക്കുള്ള കൈയുടെ ചലനം പൂർണ്ണമായി ഇവർക്ക് നഷ്ടപ്പെടാറുണ്ട്. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. വേദന കുറയ്ക്കുന്നതിനായി ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് ആയ അൾട്രാസൗണ്ട് തെറാപ്പിയും ഇന്റർഫറൻഷ്യൽ തെറാപ്പിയും ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇതുമൂലം വേദന കുറയുകയും പേശിയുടെ മുറുക്കം കുറയുന്നതുമായിരിക്കും. ചലനപരിമിതി മറികടക്കുന്നതിനായി വ്യത്യസ്ത തരം വ്യായാമങ്ങളും മൊബിലൈസേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ടെക്നിക്സും ഉപയോഗിച്ചു വരുന്നു. സന്ധിക്ക് മുകളിലുള്ള പാളിയുടെ മുറുക്കം കുറയ്ക്കുന്നതിനായി ക്യാപ്സുലാർ സ്ട്രെച്ചിങ്ങും കൂടാതെ കൈ അനക്കാതെ വെക്കുന്നത് മൂലം കൈക്ക് ചുറ്റുമുള്ള പേശികളുടെ ബലഹീനത പരിഹരിക്കുന്നതിനായി റെസിസ്റ്റഡ് എക്സസൈസും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഈ റെസിസ്റ്റഡ് എക്സസൈസ് പഠിപ്പിക്കുന്നതിനായി നമ്മൾ വെയിറ്റ് കഫും തെറാബാൻഡും ഉപയോഗിക്കുന്നു. ഇത് പേഷ്യൻറ്റിൻ്റെ തോൾ ഭാഗത്തുള്ള പേശികളെ ബലം വെക്കുകയും ചലനം ആയാസകരമാക്കുകയും ചെയ്യുന്നു. അതികഠിനമായ വേദനയ്ക്ക് ഫിസിയോതെറാപ്പി ഒരു ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റാണ്. താങ്ക് യു.